എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മുടെ കൺഫ്യൂഷൻ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഇതറിയായിരുന്നു മൺഡേ പാക്ക് വന്നു നെയ്മറിന്റെയും മാൽദീവിന്റെയും റൗളിന്റെയും എല്ലാം 100 സ്പിന്ന് ചെയ്തു. ഒറ്റൊരു സ്പിന്ന് മാൽദീവിനെ കിട്ടിപ്പോയി. പുതിയ വേറെ ടീമിനെത്തിയിട്ടുണ്ട്. പൗളോ മാൽദീനി ഇറ്റലിക്കാട് പറഞ്ഞാൽ എന്ത് കിട്ടാരിയൻസ് അത് കൂടുതൽ 106 പോകുന്ന മാൽദീനി രണ്ടുപേരുള്ളല്ലേ. വേറെ വിഷയിലേക്ക് പോവാം. ഇതാണ് ഇപ്പോഴത്തെ കുഴപ്പം. എനിക്ക് ഒരു കളി ഡിവിഷൻ 3 കിട്ടിയ അടുത്ത കളി ഡിവിഷൻ 2 പ്ലെയർ. എപ്പോഴും ഇങ്ങനെ എന്താന്ന് എനിക്കറിയുള്ളൂ. കൊണാമി ഇരുന്നാ വേണ്ട. കൊണാമിക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോയിട്ടുണ്ടോ? അപ്പൊ ഞാൻ മിക്കവാറും മാൽദീനിന്റെ സെൻട്രൽ ബാക്ക് എനിക്ക് ആരുണ്ട്? ആരാ റോബർട്ട്സൺ ഉണ്ട്. സെൻട്രൽ ബാക്ക് ഇച്ചിരി ഹെൽത്തിയാടാ. അവനും മാൽദീനി ഉണ്ടാ. ഹാഫ് ടൈം നോക്കാം നമുക്ക് ഏതാണ്. ബുള്ളറ്റ് ഓഫ്സൈഡ് പിയറോ എന്താ ചെയ്യണ്ടെന്ന്. ഇതിനകത്ത് മുടക്കുന്ന വൈകോട്ട് പോയി ഫുഡ് വാങ്ങിക്കഴിക്കടാ. എന്തിനാ അവരോ ഗെയിമിൽ മണി കളയുന്നത്? പിന്നെ അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ പണി അവരുടെ ഇഷ്ടം. സോ ഐ ഡോണ്ട് റിയലി കെയർ ടു ബി ഫെയർ. മാൽദീനി സൂപ്പറാ. Get a shot away, bro. അയ്യോ അത്രേ ഉള്ളു മാൽദീനി. ഇവരുടെ ഹെഡിങ് ആണോ മാൽദീനിക്ക്? ഞാൻ അത്ര കളിച്ചില്ല. 2 കളി കണ്ട് കളിച്ചുള്ളൂ. 2 കളി. എന്റെ ഓർമ്മ അല്ല, 2 കളി കൂടുതൽ കളിച്ചു. 3 അല്ലെങ്കിൽ 4 കളി. ഇത്ര കൂട്ടിയാൽ മതി. റെഡിറ്റിലേക്ക് ബുക്ക് ബ്രോ. അത്രേ ഉള്ള റൈക്കാടെ. Oh my days, bro. Have legs for a reason. ഇതിന്റെ ഇടയ്ക്കാ വന്ന് തട്ടിയിട്ട് മര്യാദയ്ക്ക് മാൽദീനി ഗോൾ എടുത്തായിരുന്ന റെഡ് കാർഡ്. സെൻട്രൽ അല്ലെങ്കിൽ ലെഫ്റ്റ്. സെൻട്രിൽ പോവാൻ എന്തിനാ പഠിക്കുന്നത്? അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല കേട്ടോ. സെൻട്രലിലെ ഗോൾ പോനെ. പക്ഷെ ഞാൻ പറഞ്ഞ ലെഫ്റ്റ് പോവും. ഞാൻ പറഞ്ഞ എനിക്ക് പ്രഡിക്ഷൻ തെറ്റാറില്ല. നല്ല സെൻട്രൽ അല്ലെങ്കിൽ ലെഫ്റ്റ് പോവും. എടാ അവന്റെ ടീം നോക്കണം. അവൻ ഡിവിഷൻ 2. ഞാനൊക്കെ ഡിവിഷൻ 2 ക്ലാസ്സിലെടുത്ത് പോയാൽ പോലെ. എടാ മര്യാദക്ക് ഞാൻ കേറി വന്നേരും. നേരെ മെസ്സേജ് തിരിച്ചുകൊണ്ട് കൊടുത്തു. എന്തിനാ ഇങ്ങനെ തൂക്കി എറിയുന്നത്? ഇത്രയും നല്ല പ്ലേയേഴ്സ് ഉണ്ടല്ലോ.
പാസ് ചെയ്ത് പോടാ, എനിക്കത് അറിയാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പാസ് ചെയ്ത് വന്ന് കൂട്ടി. ഇത് കളിക്കുന്നതിൽ എന്താ ഇതാ ഉള്ള എനിക്ക്. ഞാൻ ഉദ്ദേശിച്ച പുള്ളിയിലല്ലേ, ഞാൻ ഉദ്ദേശിച്ച ഇതേ ഉള്ളു. എനിക്ക് ഫ്ലൈറ്റ് ആക്കൾ അവിടെ നോക്കിയില്ല. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നാ മതി. ഇരുന്ന് കഷ്ടപ്പെടേണ്ടത് നമ്മളല്ലേ. പെനാൾട്ടി, പെനാൾട്ടി. റെഡ് കാർഡ് അല്ലേ റെഫർ ചെയ്തത്? റെഡ് അല്ലേ റെഫേ? എന്റെ പെനാൾട്ടി ടേക്കർ എന്റെ കീപ്പറാട്ടോ. സേവ് ചെയ്യുന്നത് എനിക്കറിയായിരുന്നടാ നീ സെൻട്രലിലെ ബോളൊന്നും. കാരണം ഞാൻ അവിടെ ചെയ്തോട്ട് അവന് മൈൻഡ് ഗെയിം കളിക്കുന്നത് നടക്കൂല ബ്രോ. ഐ ആം അൺപ്രഡിക്റ്റ്. അയ്യോ ഭാഗ്യം. എന്തിനാ ഞാൻ ത്രൂ കൊടുത്തേ? ത്രൂവിന്റെ ഒരാവശ്യമില്ല അവിടെ. നോർമൽ പാസ് എടുക്കേണ്ട ഞാൻ ത്രൂ കൊടുത്തു. തൂക്കിയേറ്, അവന് മാത്രമല്ല എനിക്കും പറ്റും. ആരെങ്കിലും പോയി ബോൾ പിടിക്കടാ. എടാ കേറിയതേ ഭാഗ്യം പൂർണ്ണായി. ഞാൻ ഫോർമേഷൻ പിന്നെയും മാറ്റുന്നുണ്ട്. എനിക്കിത് മാത്രമാണ്. പഴയ മാറ്റി ഇതിലോട്ടോ. എടാ അവന്റെ ടീം നോക്കിട്ട് ഇത് എന്ത് ടീം, ഇതെന്താണോ ഇതൊക്കെ? ഇത് ബ്ലിറ്റ്സ് മെസ്സി, ബിഗ് ടൈം റൊണാൾഡോ, പെലെ, ഇത് എന്താടാ? എടാ ഇതൊക്കെ നീക്ക ഫുഡ് റൊണാൾഡോ വല്ല ആണെങ്കിൽ. എടാ എന്താണ് ഞാൻ മര്യാദക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താളാ. എനിക്ക് ഈ പഴയ ആൾക്കാരിനെ പുതിയ പഴയ ഇച്ചിരി ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യം. അതാ എടാ കളയടാ അത്. ഭാഗ്യം ഉണ്ടാകാൻ അടിക്കാന്. അതെങ്ങോട്ടാ പോന്നേ? ഇതിന്റെ മെസ്സിക്ക് ഒന്ന് ഹെഡ് ഇട്ട് കൊടുക്കല്ലേ മോനെ. ഹെഡ് ഇട്ട് കൊടുത്തു, പക്ഷെ ഹെഡ് ചെയ്യാൻ കൊടുക്കരുത്. പൊട്ടി മൂവ് ചെയ്തവൻ. പിന്നെ അതെങ്ങനെ അതെങ്ങനെ അവനവിടുന്ന് എന്റെ ഗോൾ കിട്ടിയേ? അയ്യോ ആള് മാറിപ്പോയി. അല്ലടാ ഞാൻ എടുക്കാൻ വരുമ്പോ നോക്കിക്ക. റഷിന്റെ പ്ലേ പോലും. എന്ത് റെഫറി ആണോ താൻ? ഫൗള് വിളിച്ച് എനിക്ക് വന്നൂടെ? അവൻ എന്തായാലും ജയിച്ചിരിക്കുമല്ലേ. എന്താളാ ഇത്? പോടാ നാണമില്ലാത്തവനെ. എന്നിട്ട് അവൻ സെലിബ്രേഷൻ ഇടുന്നു എനിക്കെതിരെ. നാണമില്ലാടാ നിനക്ക്? F2P ആയ എന്റെ അടുത്ത് ഈ പന്ന സ്കോഡ് കൊണ്ടുവരാൻ മാറി. ഉളുപ്പിന്റെ അടുത്തൂടെ പോയിട്ടുണ്ടോടാ? അതിന്റെ അടുത്ത് എന്തിനാടാ അവിടെ ത്രൂ ഇട്ട നീ? എന്തിന്റെ ആവശ്യമായിരുന്നടാ അവിടെ ത്രൂവിന്റെ? ഈ മാർജിന് ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണെന്നുണ്ട്, അറ്റാക്കിങ്ങിലാണല്ലോ കയറി വരുന്നത്. നിക്കുന്ന നോക്കി എവിടെയാന്ന്? ഏടാ നിന്റെ ആരടാ അവിടെ ഉള്ളേ? അടുത്ത് എന്ത് ചെയ്യാനാണ് സ്കോഡിനെ വെച്ച് അറിയാതായിട്ട് ചോദിക്കുന്നു. നിനക്ക് നാണം ഉണ്ടോടാ എന്നെ പൊട്ടിച്ചിട്ട് സെലിബ്രേഷൻ ഇടാൻ? ഉളുപ്പിന്റെ അടുത്തൂടെ പോയിട്ടുണ്ടോടാ നാണം ഇല്ലാത്തവനെ? എടാ മര്യാദക്ക് അവിടെ നിന്ന് ലോങ് എടുത്താൽ മതി. ഞാൻ മര്യാദക്ക് ഗോൾ അടിക്കാലോ എന്ന് വെച്ചിട്ട്. മാലദീനി അടുത്തും കൂടെ കളയല്ലേ. അത്രേ ഉള്ളു. മാലദീനി പൊളിയാ. എന്റെ മാലദീനിയാടാ സൂപ്പർ. എന്താ പിർലോ ഡിഫെൻഡിങ്ങിന് വരുന്നേ?
Bro, get your players out of here, man. എടാ ബോളൊന്നും എടുക്കടാ നാണം ഇല്ലാത്തവനെ. അതാ അതാ തൂട്ടടാ. അത്രേ ഉള്ളൂ. ഡബ്ല്യു ടാക്കിൾ നോക്കിക്കോണല്ലോ, എനിക്ക് കുഴപ്പമില്ലടാ. ഞാനൊരു ടാക്കിൾ സന്തോഷിക്കൂടാ. നിനക്കൊക്കെ ഇതിന്റെ ടാക്കിൾ അല്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷിക്കാനാ? ലുക്ക് ബിഫോർ ഈ പാസ് എന്ന് പറയുന്നത് അത് മെസ്സി ഹെഡർ എടുത്തത്, അല്ലാതെ മറ്റേ കോളറൊന്നും അല്ല. ലുക്ക് ബിഫോർ പാസ് എന്ന് പറയാം. നാളെ അവർക്ക് അങ്ങനെ പറയാൻ. മെസ്സി ഹെഡർ ചെയ്തപ്പോ ഹെഡർ വിൻ ചെയ്തുമ്പോ അവൻ ലുക്ക് ബിഫോർ പാസ് വേണം പോലും. പോടാ. അതാ പെനാൾട്ടി. ഇത് എന്താടാ നാണം ഇല്ലാത്തവനെ നിനക്ക്. ഇവ സെന്ററേ പോളൂ ഇപ്രാവശ്യം. വെറ്റി വെച്ചോ, സെന്ററേ പോളൂ. എടാ നാണം ഉണ്ടെങ്കിൽ മിസ്സാക്കോളാം. 5-1 അവൻ ജയിച്ചിട്ടു. എന്തിനാണ് എന്ത്? അതാ ഗോൾ കീപ്പറിനെ വെച്ച് തന്നെ ഉണ്ടാക്കാനല്ലേടാ നിനക്ക്. ഗുള്ളിക്ക് ഹാർട്ടിൽ കൊച്ചിക്കല്ല് ചിപ്പ് ചെയ്ത് തരാനുള്ള പരിപാടിയാന്ന് എനിക്കറിയാം. എടുക്കുന്നുണ്ടെ എടുത്തിട്ട് പോടോ. ആണില്ലാത്തവനെ ഞാൻ അവിടെ തന്നെ അടിച്ചിട്ടാ 5. ഇത് എന്തിനാടാ ഞാൻ കളിക്കുന്നേ? എന്നാ പിന്നെ നിന്റെ ഗോൾ വഴി അങ്ങ് ചെയ്താ പോരെ. ഉളുപ്പില്ലാത്തവനെ. അടുത്തൂടെ പോയിട്ടുണ്ടോടാ ഉളുപ്പ് നിനക്ക്? എടാ ലേശമെങ്കിലും ഉണ്ടോടാ നിനക്ക്? ഉളുപ്പില്ലാത്തവനെ. എടാ പോസ്റ്റ് അടിച്ചടാ. പോസ്റ്റ് ഒന്നും പറയുന്നില്ല. എല്ലാം അവൻ എനിക്കെതിരാണല്ലോ. അതെങ്ങാനും കേറിയാൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലിറ്റ്സ് കിട്ടിയേനെ. അയ്യോ അയ്യോ, ഭാഗ്യമുണ്ട് 5-1 നിന്ന്. ഒറ്റ മിനിറ്റ്. അവന്റെ റാങ്ക് മോസ്റ്റ് ഇത്ര നോക്കട്ടെ. ഡിവിഷൻ 1 കേറിയിട്ടില്ലെങ്കിൽ നീ ഒരു ഊളയാളാ. ഡിവിഷൻ 1 എന്താ പൊന്നെ, ഞാൻ കളിച്ച ആരുടെ അടുത്താ? അപ്പൊ കണ്ടല്ലോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തത് കാണുന്നതായിരിക്കും. ബൈ.